നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയുടെ ദക്ഷിണ മേഖല ലക്ഷ്യമാക്കി യമനിൽ നിന്ന് ഹൂതികൾ അയച്ച ഡ്രോൺ തകർത്തതായി അറബ് സഖ്യസേന കഴിഞ്ഞ ആഴ്ച അറിയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോൾ സൗദിയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമാക്കി യമനിൽ നിന്നും ഹൂതി മിലിഷ്യ വിക്ഷേപിച്ച ഡ്രോൺ അറബ് സഖ്യസേന തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. എന്നാൽ രണ്ടാമതുണ്ടായ ആക്രമണ ശ്രമത്തിൽ 8 പേർ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഒരു യാത്രാ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 24 മണിക്കൂറിന്റെ ഇടവേളയിൽ നടന്ന 2 ആക്രമണങ്ങളിലൂടെ ഹൂതികൾ യുദ്ധക്കുറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് അറബ് സഖ്യസേന ആരോപിച്ചു. ആദ്യ ആക്രമണത്തിൽ തകർന്ന ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വിമാനത്താവള റൺവേയിൽ ചിതറിക്കിടക്കുന്നതിനാൽ ഇത് സർവീസുകളെ അല്പസമയം ബാധിച്ചെങ്കിലും വിമാനത്താവള പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലായിട്ടുണ്ടെന്ന് സഖ്യസേന വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അബഹ വിമാനത്താവളം ആക്രമിക്കാൻ ഹൂതി തീവ്രവാദികൾ നടത്തിയ ശ്രമം യുദ്ധക്കുറ്റമാണെന്നും സാധാരണ ജനങ്ങളെ ഉന്നം വെച്ച് ഹൂതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതായും സേനാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കുറച്ചു ദിവസങ്ങളായി യമനിനോട് ചേർന്ന് കിടക്കുന്ന സൗദിയിലെ ദക്ഷിണ മേഖലയായ അബഹ, ജിസാൻ, നജ്റാൻ എന്നിവിടങ്ങളിലേക്ക് ഹൂതികൾ നിരന്തരം ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിനെതിരായ യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഹൂതികൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഹൂതികൾക്ക് മിസൈലുകളും ഡ്രോണുകളും പരിശീലനവും നൽകുന്നു. ഇത് മുഖേനയാണ് വിമാനത്താവളങ്ങളെയും മറ്റ് നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയും ഹൂതികൾ ലക്ഷ്യമിടുന്നതെന്നാണ് സഖ്യസേനാ വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഹൂതികൾ അയച്ച ഡ്രോൺ തകർത്തതായി അറിയിച്ച അറബ് സഖ്യസേന സിവിലിയന്മാരെയും തന്ത്രപ്രധാന പ്രദേശങ്ങളെയും ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ഖമീസ് മുഷൈത്തിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തിയ ആക്രമണ ശ്രമത്തെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ അപലപിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.